സാംസങ്ങിന്റെ ചെന്നൈ ഫാക്ടറിയിൽ തൊഴിലാളി പണിമുടക്ക്. പ്ലാന്റിലെ ഉപഭോക്തൃ ഡ്യൂറബിൾ ഉൽപ്പന്നങ്ങളുടെ ഉൽപ്പാദനത്തെ സാരമായി ബാധിച്ചുവെന്നും റിപ്പോർട്ടുകൾ. മൊത്തം തൊഴിലാളികളുടെ പകുതിയോളം പണിമുടക്കിൽ പങ്കെടുത്തതായാണ് സൂചന. വേതന വർധനവ്, തൊഴിൽ സാഹചര്യം മെച്ചപ്പെടുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് തൊഴിലാളികൾ പണിമുടക്കിയത്. ചെന്നൈയിലെ 50% സാംസങ് ഫാക്ടറി തൊഴിലാളികളും പണിമുടക്കി. ഏകദേശം 900 തൊഴിലാളികൾ പണിമുടക്കിയതായാണ് റിപ്പോർട്ടുകൾ. ടെലിവിഷൻ, റെഫ്രിജറേറ്റർ, വാഷിംഗ് മെഷീൻ തുടങ്ങിയ ഉപഭോക്തൃ ഡ്യൂറബിൾ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന ചെന്നൈ ഫാക്ടറിയിൽ സാംസങ്ങിന് 1800 തൊഴിലാളികളുണ്ടെന്ന് കണക്കാക്കപ്പെടുന്നു. ജീവനക്കാരുടെ ക്ഷേമത്തിനാണ് മുൻഗണന നൽകുന്നുവെന്നും ഞങ്ങളുടെ തൊഴിലാളികൾക്കുണ്ടാകുന്ന പരാതികൾ പരിഹരിക്കാനും എല്ലാ നിയമങ്ങളും ചട്ടങ്ങളും പാലിക്കാനും ഞങ്ങൾ അവരുമായി സജീവമായി ഇടപഴകുന്നുണ്ടെന്നും ഉപഭോക്താക്കൾക്ക് ഒരു തടസ്സവും ഉണ്ടാക്കില്ല എന്നും സാംസങ് ഇന്ത്യ പ്രസ്താവനയിൽ അറിയിച്ചിട്ടുണ്ട്. ശരാശരി വേതനം 25,000 രൂപയിൽ നിന്ന് 36,000 രൂപയായി വർദ്ധിപ്പിക്കണം. കൂടാതെ ഫാക്ടറി നിയമപ്രകാരം ജീവനക്കാരുടെ ജോലി സമയം 8 മണിക്കൂറായിരിക്കണം. കൂടാതെ ചില തൊഴിലാളികൾ ഓവർടൈം ചെയ്യുന്നില്ലെങ്കിൽ അവരെ 11 മണിക്കൂർ ജോലി ചെയ്യാൻ നിർബന്ധിക്കരുത് തുടങ്ങിയവയാണ് തൊഴിലാളികളുടെ ആവശ്യങ്ങൾ. നിലവിൽ കമ്പനിക്ക് ഇന്ത്യയിൽ 2 നിർമ്മാണ യൂണിറ്റുകളാണുള്ളത്. ഒന്ന് നോയിഡയിലും മറ്റൊന്ന് ശ്രീപെരുമ്പത്തൂരിലും. മാധ്യമ റിപ്പോർട്ടുകൾ പ്രകാരം സാംസങ്ങിന്റെ രാജ്യത്തെ $12 ബില്യൺ വാർഷിക വരുമാനത്തിന്റെ 20 മുതൽ 30% ശ്രീപെരുമ്പത്തൂർ പ്ലാന്റാണ്.